കേന്ദ്ര സർക്കാരിനെതിരെ ഒരുമിച്ചുള്ള നീക്കത്തിന് സാധ്യത തേടി സർക്കാർ പ്രതിപക്ഷ ചർച്ച ഇന്ന് രാവിലെ 10 മണിക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ ഓൺലൈനായി പങ്കെടുക്കും. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആരോപണം. വി എ ഗിരീഷ് ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും കുറച്ചു കാലത്തിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഓൺലൈനായിട്ടാണെങ്കിലും കണ്ടുമുട്ടുക. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇതിൽ തന്നെയാണ് കാരണം ഈ കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കുന്ന അനീതി അത് എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ. ഇതിനെതിരെ ഒരു യോജിച്ച പ്രക്ഷോഭം ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് സർക്കാർ വിലയിരുത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാക്കളുമായി മുഖ്യമന്ത്രി തന്നെ ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ഓൺലൈനായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ വ്യക്തമാക്കി കഴിഞ്ഞു. അതിനാൽ തന്നെ കേരളത്തിന് വേണ്ടിയുള്ള ഒരു യോജിച്ച പോരാട്ടമായിരിക്കും ഒരുപക്ഷെ ഈ ചർച്ചയുടെ അന്തിമമായിട്ടുള്ള ഫലം എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. കാരണം നേരത്തെ തന്നെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ ഈ നിവേദനത്തിൽ ഒപ്പിടുന്നതിനും ഒക്കെ UDF എംപിമാരോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ UDF എംപിമാർ ഇതിന് തയ്യാറായില്ല. പകരം പ്രത്യേകം അവർ കേന്ദ്രമന്ത്രിയെ കണ്ട ശേഷം നിവേദനം നൽകുകയായിരുന്നു. ഇങ്ങനെ പ്രത്യേകമായി ആവശ്യങ്ങൾ ഉന്നയിച്ചതുകൊണ്ടോ നിവേദനങ്ങൾ നൽകിയതുകൊണ്ടോ വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവർ അവരുടെ വിഷയങ്ങൾ ഒരുമിച്ച് നിന്ന് നേടിയെടുക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ ഒരുമിച്ച് നിന്ന് നേടിയെടുക്കുന്നു. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരണവും പ്രതിപക്ഷ വ്യത്യാസം ഇത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് തടസ്സമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാക്കളുമായി ഒരു ചർച്ച നടത്തി യോജിച്ച പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏതായാലും ഈ മാസം ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നുണ്ട്. ഈ സമരത്തിലേക്ക് ഇന്നത്തെ ചർച്ചയിൽ പ്രതിപക്ഷത്തെ കൂടി ക്ഷണിച്ചേക്കും. ഇത്തരത്തിലുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷമാകട്ടെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോഴും ഇതിൻ്റെ എല്ലാ പഴിയും കേന്ദ്രത്തിന് മുകളിൽ വെക്കാൻ തയ്യാറാകുന്നില്ല. പകരം സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകേടാണ് ഇത്തരം ഒരു ധനകാര്യ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ നയിച്ചതെന്ന ആരോപണം പ്രതിപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നികുതി പിരിവ് ഊർജിതമാക്കണം, ഇത്തരത്തിലുള്ള ധൂർത്തുകൾ ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിപക്ഷം ചർച്ചയിൽ മുന്നോട്ട് വെച്ചേക്കും. എന്തായാലും കഴിഞ്ഞ ഈ അവസാന പാദത്തിൽ പോലും സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിനുള്ള കടമെടുപ്പ് പരിധിയിൽ 5600 കോടി രൂപയാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത്. അതോടൊപ്പം ഗ്രാൻറ്റുകൾ നൽകാനുണ്ട്. ഇതെല്ലാം തന്നെ കുടിശ്ശികയാണ്. വലിയ തരത്തിലുള്ള ഒരു കുറവ് 52,000 കോടിയുടെ കുറവ് ഈ വർഷം കേന്ദ്ര സഹായത്തിലുണ്ടായി. ഇതുകൊണ്ട് തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇത് നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്ന ഒരു പൊതുവിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ചർച്ച നടക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു വി എ ഗിരീഷ്. എന്തായാലും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേരിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നു. സംസ്ഥാനത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ അവർ ആരോഗ്യപരമായി ചർച്ച ചെയ്യട്ടെ. കാരണം സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇവരൊന്നിച്ച് നീങ്ങേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കോഴിക്കോട് എയർപോർട്ടിൽ 10 മണിക്കൂറായി ഞങ്ങൾ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയാണ്. ഇൻഡിഗോ അധികൃതർ അനാസ്ഥ കാണിക്കുന്നു. 10 മണിക്കൂറായി ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഞങ്ങൾ വലയുന്നുവെന്ന് ഒരു പ്രേക്ഷകൻ യൂട്യൂബിൽ കുറിച്ചിരിക്കുന്നു. എന്തായാലും ഇൻഡിഗോ അധികൃതർ ഇവരുടെ കാര്യം അന്വേഷിക്കട്ടെ എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്.